ഡിവിഷൻ പ്രോസസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിവിഷനെ ഡിസ്കസ് ചെയ്തല്ലേ. ഡിവിഷൻ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഡിവൈഡ് ചെയ്യാൻ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ആഷിൻ ഒന്ന് കൈവന്നിച്ചേ. ആഷിന് മനസ്സിലായില്ല. ഫാത്തിമ മനസ്സിലായോ? ഷെഫി മനസ്സിലായോ? നോ. ഓക്കെ. എബിൻ ഡിവിഷൻ കൃത്യമായിട്ട് മനസ്സിലായിരുന്നോ? നോ. ക്രിസ്റ്റി മനസ്സിലായിരുന്നോ? യെസ്. നിഹാൽ? യെസ്. ശ്രീദേവ്? യെസ്. ഓക്കെ. സെബ ഡിവിഷൻ മനസ്സിലായിരുന്നോ? നോ. അൽന? യെസ്. സെറ സ്റ്റക്ക് ആണ്. ഓക്കെ. ദേവാഞ്ജന? യെസ്. ആൻഡ്രോസ്? അപ്പൊ നമുക്ക് ഡിവിഷൻ ഒന്നും കൂടി ഞാൻ എല്ലാവർക്കും വേണ്ടി ഒന്ന് പറഞ്ഞുതരാം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. ഓക്കെ. ഫസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിവിഷൻ നോക്കാം. ഡിവിഷൻ എന്ന് പറഞ്ഞാല് കണ്ടിന്യൂസ് ആയിട്ട് സബ്ട്രാക്ട് ചെയ്ത് 0 വരെ എത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിവിഷൻ എന്ന് പറയുന്നത് അല്ലേ. അല്ലെ, അത് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂസ് സബ്ട്രാക്ഷൻ അപ് ടു 0. ഒരു നമ്പറിൽ നിന്ന് വേറൊരു നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് സബ്ട്രാക്ട് ചെയ്ത് 0 വരെ എത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിവിഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതെങ്ങനെ ചെയ്യണ്ടേ? എങ്ങനെ ചെയ്യാം? ശ്രദ്ധിച്ചോ. ഇപ്പൊ നമ്മള് 52നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 52നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 52 divided by 5. നമ്മൾ എങ്ങനെ ചെയ്യാം? നോർമൽ കേസിലാണെങ്കിൽ 5 മൈനസ് ചെയ്ത് എത്ര തവണ മൈനസ് ചെയ്യുന്നു നോക്കും. അതാണ് ശരിയായ ഡിവിഷൻ പ്രോസസ്. നമുക്ക് ചെയ്തു നോക്കാം. 52 മൈനസ് 5 is equal to എത്രയാ? 52ന്ന് 5 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 47. ഇനി 47 നമ്മൾ ആദ്യം 5 മൈനസ് ചെയ്യുന്നു. എത്ര കിട്ടും? 42 കിട്ടും. Again 42ന്ന് നമ്മൾ 5 മൈനസ് ചെയ്യുന്നു. We get 37. Again 37ന്ന് നമ്മൾ 5 മൈനസ് ചെയ്യുന്നു. എന്തിനാ ഈ 5 മൈനസ് ചെയ്ത് പോന്നെ? 0 എത്തുന്നത് വരെ നമ്മൾ ചെയ്യണം, എന്നാലേ ഡിവിഷൻ ആവുള്ളൂ. അതായത് 52ൽ എത്ര 5 ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. 37 മൈനസ് 5 is equal to 32. 32 minus 5 is equal to 27. 27 minus 5 is equal to 22. 22 minus 5 is equal to 17. 17 minus 5 is equal to 12. 12 minus 5 is equal to 7. 7 minus 5 is equal to 2. ഇനി നമുക്ക് 5 മൈനസ് ചെയ്യാൻ പറ്റുമോ? 2ൽ നിന്ന് 5 മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. 2ൽ നിന്ന് നമുക്ക് 5 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇവിടെ എത്ര തവണ 5 മൈനസ് ചെയ്യണം തന്നെ? ഓക്കെ, 1 2 3 4 5 6 7 8 9 10. 10 ടൈംസ് നമ്മൾ 5 മൈനസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 52നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് 52ൽ എത്ര 5 ഉണ്ട്? 10 5 ഉണ്ട്.
മാത്രല്ല 52നെ നമ്മൾ 5 മൈനസ് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് ഇവിടെ ഒരു 2 വരുന്നുണ്ട് ബാക്കിയായിട്ട് അല്ലെ. അപ്പൊ അതെന്താ അതിന്റെ റിമൈൻഡർ. നമ്മൾ 10 ടൈംസ് 5 മൈനസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? റിമൈൻഡർ 2 കിട്ടുന്നുണ്ട്. ഓക്കെ, നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ 10 കിട്ടും, റിമൈൻഡർ 2 കിട്ടും അല്ലെ. ഇതെങ്ങനെയാ സാധാരണ നോർമൽ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നേ? 52 ഡിവൈഡഡ് ബൈ 5. ആദ്യം എന്ത് ചെയ്യുന്നു? നമ്മൾ സാധാരണ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ, അതായത് വൺസിന്റെ പ്ലേസിൽ നിന്നാണ്. ബട്ട് വി ഓൾവേസ് സ്റ്റാർട്ട് ഡിവിഷൻ ഫ്രം ദി ലെഫ്റ്റ് സൈഡ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ലെഫ്റ്റ് സൈഡില്, ലെഫ്റ്റ് മോസ്റ്റ് സൈഡിൽ ഏത് പ്ലേസാ വരുന്നത്? 10ന്റെ പ്ലേസ്. 10ന്റെ പ്ലേസിൽ വരുന്ന 5 വരുന്നുണ്ട്. 5നെ ആദ്യം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതെന്താന്ന് പറഞ്ഞിട്ടുണ്ട്? ഈ 52 എന്ന് പറയുന്ന നമ്പർ, അതിന്റെ പേരെന്താ? മിസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഡിവിഡൻഡ് അല്ലെ. 52 ആണ് ഡിവിഡൻഡ്, ദെൻ 5 ആണ് ഇവിടെ ഡിവൈസർ. അപ്പൊ ഡിവിഡൻഡിലെ 10ന്റെ പ്ലേസിലുള്ള 5നെ നമ്മൾ ഡിവൈസർ ആയ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 5ൽ നിന്ന് 5 എത്ര തവണ നമുക്ക് എടുക്കാൻ പറ്റും? 5ൽ നിന്ന് 5 എത്ര തവണ എടുക്കാൻ പറ്റും? 5ൽ നിന്ന് 5 ടൈംസ് എടുക്കാൻ പറ്റുമോ? നിങ്ങളുടെ കയ്യിൽ 5 ചോക്ലേറ്റ്സ് ഉണ്ട്. നിങ്ങളുടെ ഫ്രണ്ടിന് നിങ്ങൾക്ക് 5 ചോക്ലേറ്റ്സ് കൊടുക്കണം. എത്ര തവണ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും? ഒരു തവണ. അതായത് 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 1 കിട്ടും. ആ 1 നമ്മൾ എവിടെയാ എഴുതണ്ടേ? ഡിവിഡൻഡിലെ 10ന്റെ പ്ലേസിന്റെ തൊട്ട് മേലെ ആയിട്ട് വേണം കോഷ്യന്റിന്റെ 10ന്റെ പ്ലേസിൽ വരുന്ന ഡിജിറ്റ് എഴുതാൻ. ഓക്കെ, അപ്പൊ ഈ 5ന്റെ തൊട്ട് മേലെ ആയിട്ട് നമ്മൾ 1 എഴുതി. ഇനി ഈ 1നെ ഡിവൈസർ ആയ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് തൊട്ട് താഴെ എഴുതാം. 1 into 5 5. കാരണം നമ്മൾ ഇത് ഡിവൈഡ് ചെയ്തു, ഇനി ഇതിന്റെ ആവശ്യമില്ല, ഇതങ്ങ് നമുക്ക് മൈനസ് ചെയ്ത് കളയണം. ഈ 5ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ വി ഗെറ്റ് 0. ഇനി നമുക്ക് എന്തിനാ ഡിവൈഡ് ചെയ്യണ്ടേ? ബാക്കി വരുന്ന വൺസിന്റെ പ്ലേസിൽ വരുന്ന 2നെ വേണം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ. 2നെ വേണം ഡിവൈഡ് ചെയ്യാൻ. 2നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 2ൽ നിന്ന് നമുക്ക് 5 പുറത്തെടുക്കാൻ പറ്റുമോ? നിങ്ങളുടെ കയ്യിൽ 2 ചോക്ലേറ്റ്സേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് 5 ചോക്ലേറ്റ്സ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ആ 2ന്റെ തൊട്ട് മേലെ ആയിട്ട് എന്ത് എഴുതാ? 2ന്റെ തൊട്ട് മേലെ ആയിട്ട് 0 എന്ന് എഴുതാം. എന്തിനാ 0 എന്ന് എഴുതുന്നേ? 2നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ വി റൈറ്റ് 0. 0 into 5. നേരത്തെ ചെയ്തതുപോലെ 1 into 5 ചെയ്തതുപോലെ 0 into 5. 0 into 5. ഏത് നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? 0 തന്നെ കിട്ടുക അല്ലേ. 0 into 5 0. ഇനി 2ൽ നിന്ന് 0 മൈനസ് ചെയ്താൽ വി ഗെറ്റ് 2. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ ഒന്നുമില്ല. അതായത് 52നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 10 എന്ന് കിട്ടുന്നു, റിമൈൻഡർ 2 എന്ന് കിട്ടുന്നു. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്? എവിടെ? എന്താ ഇവിടെ? 52 divided by 5 is equal to 10, remainder 2. ഇതാ 5 മൈനസ് ചെയ്ത് വരുമ്പോൾ റിമൈൻഡർ 2 വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ 52നെ നമ്മൾ 5 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ ആൻസർ 10 കിട്ടുന്നു, റിമൈൻഡർ 2 എന്നും കിട്ടുന്നു. ഇപ്പൊ മനസ്സിലായോ? ഡിവിഷൻ മനസ്സിലായോ? ഓക്കെ, ഇനി കുറച്ച് വലിയൊരു നമ്പറും കൂടി എടുത്തിട്ട് നമുക്ക് ഒരു ഡിവിഷൻ കൂടി ചെയ്ത് നോക്കാം. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ശ്രദ്ധിക്കണേ എല്ലാരും.
247 divided by 5. 247 divided by 5. നിങ്ങളെ നോട്ടിൽ മിസ്സിന്റെ കൂടെ തന്നെ എഴുതിക്കോ. എല്ലാവരും നോട്ട് എടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി. 247 divided by 5. എഴുതിയോ? 247 divided by 5. അപ്പൊ ആദ്യം നമുക്ക് 100ന്റെ പ്ലേസിലുള്ള 3 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് 100ന്റെ പ്ലേസിലുള്ള ഡിജിറ്റിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 2ൽ നിന്ന് 5 നമുക്ക് എടുക്കാൻ പറ്റുമോ? 2 ചോക്ലേറ്റ്സിൽ നിന്ന് 5 ചോക്ലേറ്റ്സ് എടുക്കാൻ പറ്റുമോ? നോ. അപ്പൊ എന്ത് ചെയ്യണം? 2ന്റെ നേരെ മേലെ ഒരു 0. 2ന്റെ നേരെ മേലെ ഒരു 0. ഇനി 2 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന ഡിജിറ്റ് ഏതാ? 4. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 2ൽ നിന്ന് 2നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ തൊട്ടടുത്ത ഡിജിറ്റും കൂടി ഇതിനോട് കൂടി ആഡ് ചെയ്യണം. 24. 24ൽ നിന്ന് നമുക്ക് എത്ര തവണ 5 എടുക്കാൻ പറ്റും? 24ൽ നിന്ന് എത്ര തവണ 5 എടുക്കാൻ പറ്റും? 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലി നോക്കിയാൽ മതി. 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളില് 24ന് തൊട്ട് മുന്നേ വരുന്ന 5ന്റെ മൾട്ടിപ്പിൾ ഇറ്റ് ഈസ് 20 അല്ലേ? 20 കിട്ടാൻ വേണ്ടി 5നെ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 4 എവിടെയാ എഴുതണ്ടേ? ഡിവിഡൻഡിന്റെ 10ന്റെ പ്ലേസിലുള്ള 4ന്റെ തൊട്ട് മേലെ വേണം എഴുതാൻ. ഹിയർ 4 into 5 ഇനി നേരത്തെ ചെയ്ത പോലെ 4 into 5 20. ഇനി സബ്ട്രാക്ട് ചെയ്യാം. ഇറ്റ് ഈസ് 4. ഇനി അടുത്തത് 1ന്റെ പ്ലേസിലെ ഡിജിറ്റ് നേരെ താഴേക്ക് എടുത്ത് എഴുതാം. 47. ഇനി 47നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 47ൽ എത്ര തവണ നമുക്ക് 5 എടുക്കാൻ പറ്റും? 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് ചൊല്ലി നോക്കിയേ. 47ന് തൊട്ട് മുന്നേ വരുന്നത് ഏതാ? 45 അല്ലേ? 45 അല്ലേ വരുന്നത്? 5ന്റെ മൾട്ടിപ്പിൾ 1 5 5 2 5 10 3 5 15 4 5 20 5 5 25 6 5 30 7 5 35 8 5 40 9 5 45. അപ്പോ 47ൽ നിന്ന് 9 ടൈംസ് 47ൽ നിന്ന് 9 ടൈംസ് നമുക്ക് 5 പുറത്തെടുക്കാൻ പറ്റും. 47നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് 9 ആൻസർ കിട്ടും. 9 into 5 45. 9 into 5 45. ഇത് മൈനസ് ചെയ്താൽ 7 minus 5 2 4 minus 4 0. അപ്പൊ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാ? റിമൈൻഡർ എത്രയാ? 2. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ 247 divided by 5 is equal to 49. Remaining 2. ഇതാണ് അതിന്റെ ആൻസർ. 247 divided by 5. 247 divided by 5 is equal to 49. Remainder 2. ഇപ്പൊ ഒന്നുകൂടി ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ ഡിവിഡൻഡ്, ഡിവൈസർ, കോഷ്യന്റ്, പിന്നെന്താ, കോഷ്യന്റും റിമൈൻഡറും, ഇതൊക്കെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എക്സസൈസ് 3.7ലെ 10 നിങ്ങൾ ചെയ്തു അല്ലേ ഹോംവർക്ക് ആയിട്ട്? പേജ് നമ്പർ 99 10 ചെയ്തില്ലേ?
ബാക്കിയുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഹോംവർക്ക് ആയിട്ടൊന്നും ചെയ്യണ്ട. നിങ്ങളത് വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കുന്ന സമയത്ത് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പേജ് നമ്പർ 100. ഒന്ന് എടുത്ത് എല്ലാവരും പേജ് നമ്പർ 100. ഡിവൈഡിങ് ബൈ 10, 100, 1000. ഡിവൈഡിങ് ബൈ 10, 100, 1000. പേജ് നമ്പർ 100. ഈ 10ഉം 100ഉം 1000ഉം 10,000ഉം ഒക്കെ കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ള നമ്പേഴ്സാണ്. അതിനെ കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? 10നെ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ, 100നെ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ. ഒരു കുഴപ്പമില്ല, മിസ് പറഞ്ഞുതരാം. ഇതിനെ കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാൻ നല്ല ഈസിയാ. എങ്ങനെ അറിയോ? ഒരു നമ്പർ ഇൻറ്റു 10, 587 ഇൻറ്റു 10. അത് നിങ്ങൾ എഴുതി ചെയ്യേണ്ട കാര്യമില്ല. 587ന്റെ കൂടെ ഒരു 0 ആഡ് ചെയ്താൽ മതി. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിന്റെ കൂടെ ഒരു 0 ആഡ് ചെയ്താൽ മതി. ഇനി ഇൻറ്റു 100 ആണെങ്കിലോ 5875 ഇൻറ്റു 100 ആണെങ്കിലോ 5875, 2 0. കാരണം 100ല് 2 0 ആണുള്ളത്. ഇനി 25,487 ഇൻറ്റു 1000 എന്ത് ചെയ്താൽ മതി? 25,487 3 0. ഓക്കെ, അതായത് നമ്മൾ ഏത് നമ്പറിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നമ്പറിന്റെ കൂടെ ഒരു 0 ആഡ് ചെയ്യുക. കാരണം 10ൽ ഒരു 0 ഉള്ളൂ. 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ 2 0 ആഡ് ചെയ്യാം. ഇനി 1000 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ 3 0 കൊണ്ട് 3 0 ആഡ് ചെയ്യാം. ഇനി 10,000 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിലോ 548, 4 0. കാരണം 10,000ല് 4 0 ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ 10ന്റെയും 100ന്റെയും 1000ന്റെയും 10,000ന്റെയും ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോ അതിനകത്ത് എത്ര സീറോസ് ഉണ്ടോ അത്രയും സീറോസ് ആ നമ്പറിന്റെ കൂടെ ആഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇനിയിപ്പോ 23 ഇൻറ്റു 1 0 0 0 0 0 0 0. ഇത്രയും 0 ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു പണിയില്ല. 23ന്റെ കൂടെ എത്ര 0 ഉണ്ട്? 1 2 3 4 5 6 7. 1 2 3 4 5 6 7. 7 0 ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അങ്ങനെയാണ് 10ന്റെയും 100ന്റെയും 1000ന്റെയും മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. ഇനി ഇതിന്റെ ഡിവിഷനും അതേപോലെ തന്നെ, ഒരു വ്യത്യാസമില്ല ഇതിന്റെ ഡിവിഷൻ. ഇതിന്റെ ജസ്റ്റ് റിവേഴ്സ് പ്രോസസ്സ് മാത്രം നോക്കിയാൽ മതി. ജസ്റ്റ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരാ? ജസ്റ്റ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരാ? 895 divided by 10. 895 divided by 10. ഡിവൈഡഡ് ബൈ എന്നുള്ളത് നിങ്ങൾ സാധാരണ പോലെ തന്നെ എഴുതണേ. കീബോർഡിൽ ആ സൈൻ ഇല്ലാത്തത് കൊണ്ട് ഇതുപോലുള്ള ഒരു സ്ലാഷ് ഇട്ടത്. ഓക്കെ, 895 divided by 10. ഇത് ചെയ്യുന്ന സമയത്ത് 10 കൊണ്ടല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ 10ൽ എത്ര 0 ഉണ്ട് നോക്കുക. 10ൽ എത്ര 0 ഉണ്ട്? 1 0 അല്ലേ? 10ൽ 1 0 ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് തന്നിരിക്കുന്ന നമ്പറിന്റെ വൺസിന്റെ പ്ലേസിലുള്ള ഒരു ഡിജിറ്റ്, വൺസിന്റെ പ്ലേസിലുള്ള ഒരു ഡിജിറ്റ് അങ്ങ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാ? ബാക്കി വരുന്ന നമ്പർ ആൻസർ ആയിട്ട് എഴുതുക. അതായത് 89 ആയിരിക്കും അതിന്റെ കോഷ്യന്റ്. 89 ആയിരിക്കും അതിന്റെ കോഷ്യന്റ്. ഇനി ആ 5 എന്തായിരിക്കും? നമ്മൾ ഒഴിവാക്കിയ 5 അതിന്റെ റിമൈൻഡർ ആയിരിക്കും.
നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് വൺസിന്റെ പ്ലേസിലുള്ള ഫ്രം റൈറ്റ് സൈഡ് ഒരു ഡിജിറ്റ് അങ്ങ് ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്നതായിരിക്കും അതിന്റെ കോഷ്യൻ. ആ ഒഴിവാക്കിയ ഒരു ഡിജിറ്റ് ആയിരിക്കും അതിന്റെ റിമൈൻഡർ. ഓക്കെ, ഇനി 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതേ നമ്പർ തന്നെ 895 ഡിവൈഡഡ് ബൈ 100. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 100-ൽ 2 സീറോ ഉണ്ട് അല്ലേ? 100-ൽ 2 സീറോ ഇല്ലേ? അപ്പൊ വൺസിന്റെ പ്ലേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ഡിജിറ്റ് അങ്ങ് ഒഴിവാക്കുക. 2 ഡിജിറ്റ് അങ്ങ് ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്നതായിരിക്കും അതിന്റെ ആൻസർ. അതായത് 8 ആയിരിക്കും അതിന്റെ കോഷ്യൻ. ഇനി നമ്മൾ ഒഴിവാക്കിയ 95 95 ആയിരിക്കും അതിന്റെ റിമൈൻഡർ. ഓക്കെ, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ചെയ്യാം? 2 ഡിജിറ്റ് അങ്ങ് ഒഴിവാക്കുക. 2 ഡിജിറ്റ് അങ്ങ് ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്നതായിരിക്കും അതിന്റെ കോഷ്യൻ. ആ ഒഴിവാക്കിയ 2 ഡിജിറ്റ് ആയിരിക്കും അതിന്റെ റിമൈൻഡർ. ഇനി 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ ഡിവൈഡഡ് ബൈ 1000. 8547 ഡിവൈഡഡ് ബൈ 1000. 1000-ൽ 3 സീറോ ഉണ്ട് അല്ലേ? There are 3 zeros in thousands. So 745. ആ 3 ഡിജിറ്റ് അങ്ങ് ഒഴിവാക്കുക. ആ 3 ഡിജിറ്റ് അങ്ങ് ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്നത് 8 ആയിരിക്കും അതിന്റെ ആൻസർ. കോഷ്യന്റ് 8 ആയിരിക്കും. ഇനി ആ ഒഴിവാക്കിയ 547 അതിന്റെ റിമൈൻഡർ ആയിരിക്കും. മനസ്സിലായോ? മനസ്സിലായോ? നോക്കട്ടെ ആർക്കൊക്കെ മനസ്സിലായി നോക്കട്ടെ. ആർക്കൊക്കെ മനസ്സിലായി? എല്ലാവർക്കും മനസ്സിലായി? എളുപ്പമല്ലേ 10 കൊണ്ടും 100 കൊണ്ടും ഒക്കെ ഡിവൈഡ് ചെയ്യാൻ അല്ലേ? കുറച്ച് ക്വസ്റ്റ്യൻസ് വരട്ടെ എന്നാല് ആൻസർ കണ്ടുപിടിക്കോ? ഓക്കെ, എഴുതിക്കോ. 568 divided by 100. 9854 divided by 100. 568 divided by 10. 9854 divided by 10. ഈ 4 എണ്ണത്തിന്റെ ആൻസർ ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചേ. കോഷ്യന്റും റിമൈൻഡറും എഴുതാം. എഴുതി കഴിഞ്ഞോ? പെട്ടെന്ന് എഴുതാൻ പറ്റും. ആൻസർ പറയട്ടെ. ആൻസർ മിസ് ഇവിടെ ടൈപ്പ് ചെയ്ത് വെക്കാം. ശരിയാണ്, നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ആയിരിക്കും ആൻസർ. റിമൈൻഡർ 68. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 98. റിമൈൻഡർ 54. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 56. റിമൈൻഡർ 8. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 985. റിമൈൻഡർ 4. ശരിയാണോ എല്ലാവർക്കും?
ആണോ? നോക്കട്ടെ ആർക്കൊക്കെ എല്ലാം ശരിയായിട്ടുണ്ടെന്ന് നോക്കട്ടെ. എല്ലാം ശരിയായവരൊന്ന് കൈബന്ധിച്ചേ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇതിന്റെ ഡിവിഷൻ കുഴപ്പമില്ലല്ലോ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ആയിരിക്കും 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഡിവൈഡഡ് ബൈ 1000. 59,874 divided by 1000. divided by 1000. Answer പറയട്ടെ. 59 answer, remainder 874. 59 answer quotient, remainder 874. അപ്പൊ കുഴപ്പമില്ലല്ലോ ഇത് ഡിവൈഡ് ചെയ്യാൻ. ഇല്ല അല്ലേ? പിന്നത്തെ ഹോംവർക്ക് വേണ്ടേ? ഹോംവർക്ക് വേണ്ടേ? പേജ് നമ്പർ 101. പേജ് നമ്പർ 101. അതില് എക്സസൈസ് 3.8. എക്സസൈസ് 3.8 കണ്ടോ? എന്താ ക്വസ്റ്റ്യൻ? ഡിവൈഡ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് ബൈ 10, 100 and 1000. റൈറ്റ് ദ ക്വോഷ്യന്റ് ആൻഡ് ദ റിമൈൻഡർ. തന്നിരിക്കുന്ന നമ്പറിനെ ഒക്കെ 10 കൊണ്ടും 100 കൊണ്ടും 1000 കൊണ്ടും ഡിവൈഡ് ചെയ്യാ. എന്നിട്ട് എന്താ എഴുതണം? ക്വോഷ്യന്റും റിമൈൻഡറും എഴുതാം. 15 ക്വസ്റ്റ്യൻ ഉണ്ട്. 15 എണ്ണം ഒന്നും ചെയ്യണ്ട, നിങ്ങൾ 10 എണ്ണം ചെയ്താൽ മതി. ആദ്യത്തെ 10 എണ്ണം മാത്രം. എങ്ങനെയാ എഴുതണ്ടേന്ന് മിസ് ഇപ്പൊ എക്സാമ്പിൾ ഒന്ന് കാണിച്ചു തരാം. എന്തായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ? ആദ്യത്തെ നമ്പർ 3583. 3583നെ ഈ രീതിയിൽ വേണം എഴുതാൻ. ഒന്നാമത്തെ നമ്പർ 3583 divided by 10 is equal to 358 remainder 3. ഇനി ഇതേ നമ്പറിനെ 3583യെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈക്വൽ ടു 35 റിമൈൻഡർ 83. ഇനി ഇതേ നമ്പറിനെ 3583യെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻസർ 3 റിമൈൻഡർ 583. ഇതൊന്നാമത്തെ നമ്പറിന്റെ ആൻസർ. ഇതേപോലെ രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ ഒരു 10 വരെ എല്ലാം ഒന്നും ചെയ്യേണ്ട, 10 വരെ ഇതേ രീതിയിൽ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫാത്തിമ മെഹഫൂസ എന്തെങ്കിലും പറയാനുണ്ടോ നമുക്ക്? അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യം ഇപ്പൊ തന്നെ, ഇപ്പൊ ഈ ക്ലാസ് എൻഡ് ചെയ്ത ഉടനെ തന്നെ ഈ ഹോംവർക്ക് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അതങ്ങ് മറന്നുപോകും. ഈ ഹോംവർക്ക് ഇപ്പൊ തന്നെ ചെയ്തിട്ട് ഇപ്പൊ തന്നെ മിസ്സിന് ഇത് അയച്ചു തരാം. നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇപ്പൊ തന്നെ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ മിസ്സിനെ പേഴ്സണലായിട്ട് അയച്ചു തരാം. ഫോൺ ഇല്ലാത്തവര് രാത്രി. എന്താ ഫാത്തിമ? പേഴ്സണൽ നമ്പറിലാ? ആ, പേഴ്സണൽ നമ്പർ അയച്ചു തരാം. ആഗ്നസ് ദേവാഞ്ജന. നിങ്ങൾ രാത്രി അയച്ചു തന്നാ മതി, ഫോൺ ഇല്ലെങ്കിൽ. ബാക്കി ഫോൺ കയ്യിലുള്ളവരൊക്കെ, നിഹാലിന്റെ കയ്യിലും ഇല്ല. ഓക്കെ, എന്തായാലും ഇന്ന് തന്നെ ആൻസർ എനിക്ക് കിട്ടിയിരിക്കണം. ഫാത്തിമ ഇന്നത്തെ ഹോംവർക്ക് കൂടി അയച്ചു തരണേ. ഓക്കെ. എന്താ ദേവാഞ്ജന?
മിസ്സേ ഞാൻ ഇപ്പൊ അമ്മേന്റെ ഫോണില് അയച്ചു തരാം. ഓക്കെ. അപ്പൊ നിങ്ങള് ഇന്നിപ്പോ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവരും 10 പേരുണ്ട്. 10 പേരും ഹോംവർക്ക് ഇന്ന് തന്നെ മിസ്സിന് അയച്ചു തരണം. ഇപ്പൊ തന്നെ ചെയ്തിട്ട് ഇപ്പൊ തന്നെ അയക്കാൻ പറ്റുന്നവർ ഇപ്പൊ തന്നെ അയക്കാം. അയക്കാൻ പറ്റിയാലും ഇല്ലെങ്കിലും ഇപ്പൊ ഈ ഇരിപ്പിൽ തന്നെ ഹോംവർക്ക് അങ്ങ് ചെയ്തു വെച്ചോ. എന്നാ പിന്നെ അതിന്റെ പുറകെ നടക്കണ്ടല്ലോ. ഈ ഇരുന്ന ഇരിപ്പിൽ തന്നെ ക്ലാസ് അങ്ങ് കട്ടാവുമ്പോ തന്നെ ഹോംവർക്ക് മുഴുവനായിട്ട് അവിടെ അങ്ങ് എഴുതി വെച്ചു. എന്നിട്ട് സമയം കിട്ടുമ്പോൾ അയച്ചു തന്നാൽ മതി. പക്ഷെ ഇന്ന് തന്നെ അയച്ചു തരണേ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബൈ.